ഇന്നലെ എനിക്ക് എക്സാം ഈസി ആയിരുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതിന് പിന്നാമ്പറ കഥകൾ പറഞ്ഞില്ല. മനസ്സിലായോ? എക്സാം വളരെ വളരെ ഈസി ആയിരുന്നു. കാഡിൻ്റെ എക്സാം ആയിരുന്നു. പക്ഷേങ്കിൽ 2 3 4 പേര് നമ്മൾ 5 6 7 പേരുണ്ടായിരുന്നു കാഡ് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. 4 ദിവസവും 3 ദിവസം എടുത്തു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 3 ദിവസമോ 4 ദിവസമോ എന്താണ്, 3 ദിവസം എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും ഞങ്ങൾ ആ 3 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് പ്രാക്ടീസ് പറഞ്ഞ് ചോദിക്കുമ്പോൾ പറഞ്ഞ് തന്നത് 4 പേരാണ്. നമുക്ക് എന്ത് ചോദിച്ചാലും ഒരു മടിയും കൂടാണ്ട് അവർ പറഞ്ഞു തന്നു. അവർക്കാണ് ആദ്യം താങ്ക്സ് പറയേണ്ടത്. എന്ത് ചോദിച്ചാലും ദേഷ്യം കൂടാണ്ട് 4 പേര് അവർ ദേഷ്യം കൂടാണ്ട്, ദേഷ്യം പോലും പിടിച്ചില്ല. ഞാനോ 2 ഇടിയെങ്കിലും കൊടുക്കുക, അങ്ങനെയല്ല, സ്നേഹത്തോടു കൂടി വീണ്ടും എനിക്കങ്ങനെ വീണ്ടും ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്നാലും എനിക്ക് എൻ്റെ ബ്രെയിനിലോട്ട് കയറുള്ളൂ. മിസ്സ് പക്ഷേ പറഞ്ഞു തന്നു, അതിൻ്റെ റെക്കോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് മൊബൈലിൽ. അങ്ങനെ നോക്കി ചെയ്യാൻ നമുക്ക് ഭയങ്കര മടിയാന്നല്ല, കുറേ ടൈം എടുക്കുന്ന പോലെ. പക്ഷെ ഇതങ്ങനെയല്ല, ഇവർ പറഞ്ഞു തരും, കൂടെ ഇരുന്ന് വീണ്ടും ഡൗട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേങ്കിൽ ഒരു മടിയും കൂടാണ്ട് പറഞ്ഞു തന്നെ അവർക്ക് ബിഗ് സല്യൂട്ട് കൊടുക്കണ്ടേ. അപ്പോൾ ബിഗ് സല്യൂട്ട്, ഒരുപാട് നന്ദി. ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാണ്ട് കേട്ടോ. എത്ര തവണ ചോദിച്ചു എന്നറിയാം ഞാൻ. വീണ്ടും ചോദിച്ചു. എന്തോ വല്ലാണ്ട് ഒരു അറ്റാച്ച്മെൻറ്റ് എനിക്ക് തോന്നി. കാരണം നല്ലോണം പറഞ്ഞു തന്നു. അപ്പോൾ ബാക്കിയുള്ളവർ പറഞ്ഞു തന്നില്ലേ എന്നല്ല, കാരണം ബാക്കിയുള്ളവർക്കും വേറെ ബാച്ച് ഔട്ടായി പോയല്ലോ. ഞാൻ ഫെയിലായതുകൊണ്ടല്ലേ ഞാൻ വീണ്ടും എഴുതിയത്. അവർക്ക് ഓൾറെഡി അറിയില്ലായിരുന്നു. അവർ തന്നെ നമ്മൾ കുറേ പേരുണ്ടായിരുന്നു തമ്മി പറയാൻ. സിസ്റ്റവും ആകെ കുറച്ചല്ല, 10-12 സിസ്റ്റം ഉണ്ട്. നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് ഇല്ല ഒരു സിസ്റ്റത്തിൽ 2 പേരൊക്കെ ഇരുന്നത്. ഇതിപ്പോൾ ഇത്ര പേരുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാൽ അവർക്ക് പറഞ്ഞു തരാനും സമയമില്ല, പെട്ടെന്ന് എക്സാമും ആയിപ്പോയി. പക്ഷേ ഇത്രയും അവർ പറഞ്ഞു തരണമെന്നില്ല. ചോദിക്കുമ്പം ചിലപ്പോൾ ദേഷ്യം പിടിച്ചെന്നിരിക്കും, അവർക്കൊന്നും പഠിക്കണ്ടേ. പക്ഷേ ഇവരങ്ങനെയല്ല, വളരെ ക്ഷമയോടുകൂടി വീണ്ടും പറഞ്ഞു തരുന്നു. എനിക്ക് എല്ലാവർക്കും ഒരു 5 തവണ പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്കൊരു 50 തവണ പറഞ്ഞു തരേണ്ട അവസ്ഥയാണ്. മനസ്സിലായോ? എന്നാലും കുറേയൊക്കെ പഠിച്ചു, കുറേയൊക്കെ മനസ്സിലായി. നല്ല എക്സാം എളുപ്പമായിരുന്നു. അപ്പോൾ അവർക്ക് താങ്ക്സ്, ഒരുപാട് താങ്ക്സ്. പിന്നെ പേര് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. എന്തായാലും അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിലൊരാൾക്ക് ഞാൻ എൻ്റെ ചാനലെടുത്ത്